പുണ്യങ്ങളേറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസം, ഇനിയുള്ള 10 ദിവസം മാത്രമല്ല, ദുൽഹിജ്ജ മൊത്തവും നമ്മൾ പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള ചില ദിക്റുകളുണ്ട്. ആ സ്പെഷ്യലായ ദിക്റുകളും ആ ദിക്റുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം, മഹത്വം, ഗുണം അതെന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്ന് പഠിക്കാൻ പോവുകയാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട ദിക്റുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം എല്ലാവിധ ഖൈറിലുമാക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകൾ പരിചയപ്പെടാം, ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. നിരവധി പേര് പലവിധ അസുഖങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരാണ്. അള്ളാഹു എല്ലാവർക്കും ശരീരത്തിന് തടിക്ക് എല്ലാവിധ ഖൈറും എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാനുള്ള ഒരു സഹനശക്തിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീട് പണി നടക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ, അങ്ങനെ നിരവധി ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പരിഹാരം കിട്ടുന്ന ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി കുറഞ്ഞ ദിവസം മാത്രമാണുള്ളത്. ആ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നവർ, അതുപോലെ തന്നെ നോമ്പ് പിടിക്കുന്നവർ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ഖുർആൻ പാരായണം ഓതുന്നവർ, ഈ ദിവസങ്ങളിൽ നമ്മൾ ചില ദിക്റുകൾ പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചില ദിക്റുകൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം, പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകളും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് ഇൻഷാ അല്ലാഹ് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണേ. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ. വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ അള്ളാഹു തആല നിരവധി സ്ഥലങ്ങളിൽ ദിക്ർ പറയുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇത് അള്ളാഹു തആല പറയുന്നു. വലദിക്റുല്ലാഹി അക്ബർ വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫദ്കുറൂനി അദ്കുറുക്കും. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് നിങ്ങൾ എന്നെ ഓർക്കണേ, എന്നെ സ്മരിക്കണേ, നിങ്ങൾ ദിക്ർ പറയണേ എന്നൊക്കെ അല്ലാഹു തആല പല സ്ഥലത്തും നിരവധി തവണയായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതല്ലാതെ ഹദീസുകൾ എടുത്തു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ദിക്റുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഹദീസിൽ വന്ന ദിക്റുകൾ എത്രയോ ഉണ്ട്. ദിക്റുകൾ പറഞ്ഞാൽ കിട്ടുന്ന ശ്രേഷ്ഠത. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുന്നു, സ്വഹാബത്തെ, അഫ്ളലുൽ ഹജ്ജ്, അതായത് ഹജ്ജുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ഉന്നതമായ ഹജ്ജ് ഏതെന്നറിയോ? നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നിസ്കാരം ഏതെന്നറിയോ? നോമ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നോമ്പ് ഏതെന്നറിയോ? സ്വഹാബിമാരോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഏതൊരാൾ തൻ്റെ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ ദിക്റുകൾ അധികരിപ്പിക്കുന്നോ ആ ദിക്റുകൾ അധികരിപ്പിക്കുന്ന ഹജ്ജാണ് ഏറ്റവും പുണ്യമുള്ള ഹജ്ജ്. ഏതൊരാൾ തൻ്റെ നിസ്കാരത്തിൽ ദിക്റുകൾ കൃത്യമായി പറയുന്നോ, സുജൂദിൽ ദിക്റുകൾ പറയാനുണ്ട്, റുക്കൂഇൽ ചില ദിക്റുകളുണ്ട്, ഇഅ്തിദാലിൽ ചില ദിക്റുകളുണ്ട്, ആ ദിക്റുകൾ കൃത്യമായി പറയുന്ന ആരാണോ അയാളുടെ നിസ്കാരമാണ് ഏറ്റവും ഉത്തമമായ നിസ്കാരം. അതുപോലെ നോമ്പ് പിടിക്കുന്ന ഒരാൾ, ആ നോമ്പുകാരൻ പകലിൽ എത്രമാത്രം ദിക്റുകൾ അധികരിപ്പിക്കുന്നോ ആ ദിക്റുകൾ അധികരിപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും അയാളുടെ നോമ്പിന്റെ ശ്രേഷ്ഠത കൂടുക. ഇത് ആര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നതാ. അപ്പോൾ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എത്രയാണ്, എണ്ണിയാൽ തീരില്ല. അല്ലാഹു തആല പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണേ എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നെ ഓർക്കണേ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ, നന്ദി കേട് കാണിക്കരുതേ. അല്ലേ? അല്ലാഹു തആല എത്രയോ സ്ഥലങ്ങളിലാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇർതഉ, നിങ്ങൾ മേയുക, റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ പോയിട്ട് നിങ്ങളൊന്ന് മേയണേ.
ഖുൽനാ ഞങ്ങൾ ചോദിച്ചു വമാ റിയാദുൽ ജന്ന യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ സ്വർഗ്ഗത്തിലെ തോട്ടം എന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഖാല, നബി തങ്ങൾ പറഞ്ഞു മജാലിസുദ് ദിക്ർ, അത് ദിക്ർ പറയുന്ന മജ്ലിസാൻ. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഹദ്ദാദ് ഒഴിവാക്കാൻ പാടില്ല. പരമാവധി ഹദ്ദാദ് പള്ളിയിൽ പുരുഷന്മാര് ഹദ്ദാദിനിരിക്കണേ. ഉമ്മമാര് വീട്ടിൽ ഹദ്ദാദ് ഓതുന്നവരുണ്ട്, അദ്കാർ ഓതുന്നവരുണ്ട്, അല്ലെ? വിർദുൽ ലത്തീഫ് ഓതുന്ന ഉമ്മമാരുണ്ട്, അസ്മാഉൽ ഹുസ്ന പറയുന്നവരുണ്ട്, നിരവധി ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹും പറയുന്ന എത്രയോ ഉമ്മമാർ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. നിരവധി പ്രതിഫലങ്ങളാണ് ദിക്ർ പറയുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ, ഒരാൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ രണ്ട് രൂപത്തിലാണ് സംസാരിക്കുക. ഒന്നാമത്തെ ആള് ദുആ രക്കുമ്പോൾ മലക്കുകൾ പറയും, അല്ലാഹുവേ, ആ ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് അയാളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാ. അപ്പോൾ എന്താണ് മലക്കുകൾ അങ്ങനെ ശുപാർശ ചെയ്യാൻ കാരണം? ഈ മനുഷ്യൻ പതിവായി ദിക്റുകൾ പറയുന്നവനാണ്. നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റ് ദിക്റുകൾ പറയുന്നവനാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ദിക്ർ പറഞ്ഞ് ഇവന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമായി. അതുകൊണ്ട് മലക്കുകൾ അവനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. മറ്റൊരാൾ അയാൾ ദുആ രക്കുമ്പോൾ മലക്കുകൾ പറയും, അല്ലാഹുവേ, അയാളുടെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമില്ല, അതായത് അയാൾ കൂടുതൽ ദിക്റൊന്നും പറയാറില്ല, അയാളുടെ ദുആ അങ്ങനെ കൂടുതൽ വേഗത്തിൽ അങ്ങോട്ട് സ്വീകരിക്കണ്ട എന്ന് മലക്കുകൾ അങ്ങോട്ട് പറയുമെന്ന. അതുകൊണ്ട് മലക്കുകളുടെ ദുആ കിട്ടുന്നത് ഉൾപ്പെടെ നിരവധി പ്രതിഫലങ്ങളാണ് നമുക്ക് എന്തിലൂടെ കിട്ടുന്നത്? ഈ ദിക്റുകൾ പറയുന്നതിലൂടെ കിട്ടുന്നത്. ഇനി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ എപ്പോഴും പറയേണ്ട, പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന, സ്വർഗപ്രവേശനം കിട്ടുന്ന, അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് കാവൽ കിട്ടുന്ന, നരകത്തെ തൊട്ട് കാവൽ കിട്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. മുത്തായ ഹബീബ് അവിടുത്തെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹു ഉസ്താദ്, ഇത് വലിയൊരു ദുആയാണല്ലോ. ഇത് വലിയതൊന്നുമല്ല, ചെറുതാണ്, ചെറിയൊരു ദുആയാണ്. ഇതൊരു ദിക്റാണ്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അർത്ഥം കൂടി നോക്കിയാൽ, അല്ലാഹുവേ, ഇന്നി നിശ്ചയമായും ഞാൻ, അസ്അലുക നിന്നോട് ഞാൻ ചോദിക്കുന്നു, റിളാക നിന്റെ തൃപ്തി ചോദിക്കുന്നു, വൽ ജന്ന സ്വർഗം ചോദിക്കുന്നു, വഅഊദു ബിക നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, മിൻ സുഖ്തിക നിന്റെ കോപത്തെ തൊട്ടും, വന്നാർ നരകത്തെ തൊട്ടും ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ഇതാണ് ഈ ദിക്റിന്റെ അർത്ഥം, ഈ ദുആഇന്റെ അർത്ഥം. ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുവേ, ഈ ദിക്റുകളൊക്കെ പതിവാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ റഹ്മാനെ. ഇതല്ലാതെ എത്രയോ ദിക്റുകളാണ് എൻ്റെ ഉമ്മമാർക്ക് അറിയാവുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അല്ലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഈ പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ അധികരിപ്പിക്കണേ. കാരണം ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണല്ലോ ഹജ്ജ് സംഭവിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ആ ഒരു സത്യസാക്ഷ്യം വിളിച്ചോതുന്ന അമലാണ് ഹജ്ജ്. ആ ഹജ്ജ് ഉള്ള മാസമാകുന്ന ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്റുകളിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നിത്യമാക്കി കൊണ്ടുപോകണേ. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വലിയ പ്രതിഫലമാണ്. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. നിങ്ങളുടെ ഈമാൻ പുതുക്കാൻ, ഹൃദയങ്ങൾ പ്രകാശിക്കാൻ, അതുപോലെ നാവുകൾക്ക് ഭംഗിയുണ്ടാവാൻ എന്തു പറയണേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറയണേ എന്നാണ്. അപ്പോൾ
ഒന്നാമത്തെ ദിക്ർ നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അതുപോലെ തന്നെ മറ്റൊരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ശ്രേഷ്ഠമായ ദിക്റാണ്. പിന്നെയോ നമുക്കറിയാവുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതൊരു ദിക്റാണ്, അതൊരു തൗബയുടെ വചനമാണ്, എല്ലാമാണ്. അത് പറയാമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു മനുഷ്യൻ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ കാനത്ത് ലഹു അദ്ല അശരി റിഖാബ്, 100 അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ്. വകുതിബ ലഹു മിഅതു ഹസന, അവനിക്ക് അല്ലാഹു 100 നന്മ തരുന്നതാണ്, 100 തിന്മയെ തടയുന്നതാണ്. ശൈത്വാൻ അവനെ തൊട്ട് ഓടി മറയുന്നതാണ്. കടലിന്റെ നുരയോളം തെറ്റുകൾ ഉണ്ടെങ്കിലും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഈ ദിക്ർ പതിവാക്കുന്ന ആൾക്ക് അവന്റെ ഉമ്മിച്ച് അവനെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു അതുപോലെ അള്ളാഹു അവനെ മാറ്റുന്നതാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ദുൽഹിജ്ജ മാസം പറയേണ്ട ഒരു ദിക്റാണ്, മറന്നു പോവാതെ പറയേണ്ട ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മഗ്രിബോട് അടുക്കുന്ന സമയത്ത് ഉമ്മമാരെ മറന്നു പോവല്ലേ, ഉപ്പമാരെ ഓർത്തു വെക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നമ്മൾ മറന്നു പോവരുതേ. ആ ദിക്ർ പറഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണ് അല്ലെ. മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ട് തൂങ്ങുന്ന ഒരു ദിക്റാണല്ലോ. ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ദിക്ർ ദുൽഹിജ്ജ മാസത്തിൽ അധികരിപ്പിക്കാൻ മറന്നു പോവരുത്. പിന്നെയോ മറ്റൊരു ദിക്റാണല്ലോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവിനുള്ള തക്ബീറും തഹ്മീദും തഹ്ലീലും തസ്ബീഹും ഭരമേൽപ്പിക്കലും എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ദിക്റാണിത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ. ഇതും മറന്നു പോകരുത്. ഇതും ഈ ഒരു 10 ദിവസത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ദിക്റാണ്. മറ്റൊരു ദിക്ർ അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. ഈ ദിക്റും അതിപ്രധാനപ്പെട്ടതാണ്. മഹ്ശറിൽ സമാധാനമുണ്ടാവാൻ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മൾ പറയേണ്ട ദിക്റാണ്. ഏത്? അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. അതുപോലെ തന്നെ നമ്മൾ ഈ മാസം അധികരിപ്പിക്കേണ്ട മറ്റൊരു വലിയൊരു പുണ്യമുള്ള അമലാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിരവധി പ്രതിഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദിക്റുകൾ പരിചയപ്പെട്ടു. നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അത് കഴിഞ്ഞുള്ള 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊന്നും മുടക്കരുതേ. നമ്മളിനി ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ഇമാമും ജമാഅത്തുമായിട്ടല്ല ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലും ഈ ദിക്റുകളൊക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എങ്കിലും ഓരോ ദിവസത്തെ മഗ്രിബിന് ശേഷവും സുബ്ഹി നമസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്റും നമ്മൾ മറന്നു പോകരുത്. ഇത് രണ്ടും നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനും നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാവാനും കച്ചവടത്തിൽ ബറക്കത്ത്, ബിസിനസ്സിൽ ഖൈർ ഇതൊക്കെ ഉണ്ടാവാനും നാളെ പരലോകത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോലും നരകത്തെ കാണാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്ർ പറയൽ നല്ലതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിൽ കൂടുതലായി അധികരിപ്പിക്കേണ്ട ദിക്റുകളും സൽക്കർമ്മങ്ങളുമാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് ദിക്റുകളുണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ പറയാം. അപ്പോൾ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. ആ അമലുകൾ ചെയ്യുമ്പോൾ അതിൽ പെട്ട ഒരു അമലാണ് എന്ത്? ഈ ദിക്റുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു, നിസ്കാരമില്ല, മറ്റേ ഇബാദത്തൊന്നുമില്ല, അങ്ങനെയല്ല. ദിക്റുകൾ പറയുന്നതോടൊപ്പം തന്നെ നിസ്കാരവും മറ്റു അമലുകൾ, നോമ്പ് പിടിക്കുക, അതുപോലെ സ്വതക്ക കൊടുക്കുക, ഖുർആൻ ഓതുക, ഇതെല്ലാം വേണം. അതോടൊപ്പം തന്നെ നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുൻഗാമികളൊക്കെ അത് പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അറഫ നോമ്പ്, ദുൽഹിജ്ജ 9ന്റെ നോമ്പ് ഏതായാലും സുന്നത്താണല്ലോ, നബി തങ്ങളത് പറഞ്ഞതാണ്. പിന്നെ ദുൽഹിജ്ജ 1 മുതൽ
മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ കഴിയുന്നവരൊക്കെ നോമ്പ് പിടിക്കുക. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറയപ്പെട്ട ദിക്റുകളൊക്കെ ഓർത്തു വെക്കുക. അതൊക്കെ ഒന്ന് ഒരു ബുക്കിലേക്കോ പേപ്പറിലേക്കോ എഴുതിയിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഓരോ നിസ്കാരത്തിന് ശേഷം മൊബൈൽ ഇങ്ങനെ നോക്കി, അല്ലെ മൊബൈൽ നമ്മൾ എത്രയോ സമയമാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു സമയത്തിൻ്റെ ഒരു 5 മിനിറ്റ് സമയം പോലും വേണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് അതിങ്ങനെ നോക്കി നോക്കി ഓതുക. അല്ലാഹു തആല എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നമുക്കും നമ്മുടെ കുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു കാക്കട്ടെ. അസ്വസ്ഥതകൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ. ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും, അല്ലേ? ഉളഹിയത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉളഹിയത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ, അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉളഹിയത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉളഹിയത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉളഹിയത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉളഹിയത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.